കോഴിക്കോട് കുറ്റ്യാടിയിൽ അക്യുപങ്ചർ സമ്മേളനത്തിനെതിരായ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. അക്യുപങ്ചർ ചികിത്സയ്ക്ക് പിന്നാലെ മരിച്ച ഹാജറയുടെ ബന്ധുവാണ് ഒന്നാം പ്രതി. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അക്യുഷ് അക്യുപങ്ചർ എന്ന സ്ഥാപനം നടത്തിയ ക്യാമ്പിലേക്കാണ് പ്രതിഷേധവുമായി നാട്ടുകാരെത്തിയത്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. മുഹമ്മദ്, എന്തായിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലം, കേസിന്റെ വിശദാംശങ്ങളും? ധന്യ, കഴിഞ്ഞ മാസം 2 മാസം മുമ്പാണ് കുറ്റ്യാടിയിൽ ഹാജറ എന്ന് പറയുന്നൊരു സ്ത്രീ അക്യുപങ്ചർ ചികിത്സ മുന്നോട്ട് പോയത് കാരണം മരണപ്പെടുകയും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തു. അതേ കുറ്റ്യാടിയിൽ തന്നെ അക്യുപങ്ചറിന്റെ ഒരു സമ്മേളനം നടത്താൻ അക്യൂഷ് എന്ന് പറയുന്ന വിഭാഗം തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ സമ്മേളന പരിപാടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് അന്ന് മരിച്ചുപോയ ഹാജറയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നാട്ടുകാരെത്തിയാണ് ആ ഒരു സമ്മേളനം നടത്താൻ കഴിയില്ല എന്ന നിലപാടെടുക്കുകയും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ അങ്ങനെ അക്യുപങ്ചർ ചികിത്സരായ ചിലർക്ക് മർദ്ദനമേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സംഭവത്തിലാണ് കുറ്റ്യാടി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ അക്യുപങ്ചർ ചികിത്സ കാരണം മരണപ്പെട്ടിരുന്ന ഈ ഹാജറ എന്നയാളുടെ ബന്ധു ഷക്കീർ, NP ഷക്കീർ ഉൾപ്പെടെ അയാൾ ഒന്നാം പ്രതിയും ബാക്കി കണ്ടാലറിയുന്ന 15 പേരെ പ്രതികളുമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മർദ്ദനം ഉൾപ്പെടെയുള്ള എല്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്യുപങ്ചർ ചികിത്സ വ്യാപകമായി ആളുകളുടെ ജീവനെ തന്നെ ഭീഷണിയായി പോകുന്ന തരത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് വരേണ്ടി വരുന്നത്. എന്തായാലും കേസെടുത്താൽ പോലും മറ്റ് അക്യുപങ്ചറിനെതിരായ നിയമ നടപടികളും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹാജരയുടെ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്.